സ്ലൈഡിംഗ് ഡോർസ്. പണ്ട് കാലത്ത് സ്ലൈഡിംഗ് ഡോർസിലും മെച്ചപ്പെട്ട രീതിയിൽ സ്ലൈഡിംഗ് ഡോർസിൻ്റെ ഫിറ്റിങ്സ് ഇന്ന് അവൈലബിൾ ആണ്. അത് എങ്ങനെ ഫിറ്റപ്പ് ചെയ്യണമെന്ന് ആർദ്രം ഇൻറ്റീരിയേഴ്സ് നമ്മളെ കാണിച്ചു തരുന്നതാണ്. വളരെ സോഫ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഫിറ്റിങ്സുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചും അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളുമാണ് നമ്മളിവിടെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഫിറ്റിങ്സുകൾ പരിചയപ്പെടാം. ആദ്യം ഇരിക്കുന്നതാണ് ബോട്ടം, അതായത് താഴെ വരുന്ന ചാനൽ, സ്ലൈഡിങ് ചാനലാണ്. താഴത്ത് വരുന്ന സ്ലൈഡിങ് ചാനലാണത്. അതിനുശേഷം നമ്മൾ രണ്ടാമതായിട്ട് വെച്ചിരിക്കുന്നതാണ് ടോപ്പിൽ വരുന്ന സ്ലൈഡിങ് ചാനൽ. അതിൽ നമുക്ക് 2 സ്ലോട്ട് നമുക്ക് കാണാൻ പറ്റും. അതിലാണ് നമ്മുടെ സ്ലൈഡിങ് ക്യാച്ചർ വരുന്നത്. സ്ലൈഡിങ് ക്യാച്ചർ വരുന്ന സ്ലോട്ടാണ് നമ്മൾ കാണുന്നത്, കണ്ടോ. അപ്പോൾ ഈ സ്ലൈഡിങ് ക്യാച്ചർ വരുന്ന സ്ലോട്ട്, അതിനുള്ള സ്ലൈഡിങ് ക്യാച്ചറാണ് ഇത്, കണ്ടോ. ഇതാണ് നമ്മുടെ സ്ലൈഡിങ് ക്യാച്ചർ വരുന്നത്, കണ്ടോ. ഇതൊരു ലോക്ക് സിസ്റ്റമാണ്. ഇതിലാണ് നമ്മൾ ക്യാച്ച് ചെയ്ത് നമ്മുടെ ഡോറ് വലിച്ചുകൊണ്ട് പോകുന്നത്. ഇനി നമുക്ക് റോളിംഗ് വീൽസ് പരിചയപ്പെടാം. ഇതാണ് റോളിംഗ് വീൽസ്. അതായത് ടോപ്പിൽ വരുന്നതും താഴത്ത് വരുന്നതുമായിട്ടുള്ള വീലുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പം അറിയാൻ വേണ്ടി താഴത്ത് വരുന്ന വീലിന് ബ്രഷ് ഉണ്ടാവും. അതായത് മണ്ണും പൊടിയും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ്. അതുപോലെ തന്നെ ടോപ്പിൽ വരുന്നതിനായാലും താഴത്ത് വരുന്നതിനായാലും നമുക്കൊരു പുഷ് ബട്ടൺ പോലൊരു ബട്ടൺ ഉണ്ടാവും. ഇനി നമുക്ക് സ്ലൈഡിങ് ചാനൽസൊക്കെ വളരെ വ്യക്തമായിട്ട് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് താഴെ വരുന്ന സ്ലൈഡിങ് ചാനൽ. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ചാനൽ നമുക്ക് ഒരുപാട് പ്രത്യേകതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചാനലിൻ്റെ നമുക്ക് ഉണ്ടാവും. ഇത് ഈ കാണുന്നുണ്ട്, ഇതിനൊരു ക്യാപ്പുണ്ട്. ഈ ക്യാപ്പ് അഴിച്ചിട്ടാണ് നമ്മൾ സ്ക്രൂ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്ക്രൂ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുണ്ട്. ക്യാപ്പ് അഴിച്ചതിന് ശേഷം നമ്മൾ സ്ക്രൂ ചെയ്തതിന് ശേഷം ക്യാപ്പ് ഇട്ട് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രൂ ഒന്നും കാണുകയില്ല. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ടോപ്പിൽ വരുന്ന സ്ലൈഡിങ് ചാനൽ. അപ്പോൾ ഇതിൽ നമ്മൾ സ്ക്രൂ ചെയ്തതിന് ശേഷം ഇതിൽ നമുക്കൊരു ക്യാച്ചിങ് സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റം ഇതാണ് ഹൈഡ്രോളിക് പോലത്തെ ഒരു സ്പ്രിംഗ് സിസ്റ്റമാണ്, കേട്ടോ. ഇതുപോലെയാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പം നമുക്കിത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതൊക്കെ എന്നാൽ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരാവുന്നതാണ്. ഇനി നമുക്ക് ടോപ്പിലും ബോട്ടത്തിലും വരുന്ന വീലുകളൊക്കെ ഒന്ന് നോക്കാം. അപ്പം ഇതാണ് ടോപ്പിൽ വരുന്ന വീല്, കണ്ട. ഇത് നല്ല പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അകത്തോട്ട് ഇങ്ങനെ കയറി പോണ പോലെ നമുക്ക് തോന്നും, കണ്ട. അപ്പോൾ അതിൽ തന്നെ ഒരു ലോക്ക് സിസ്റ്റവും കൂടെ ഉണ്ട്. അത് നമുക്ക് ഇട്ട് കഴിയുമ്പോഴാണ് അതിൽ ലോക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബോട്ടത്തിൽ വരുന്ന വീലൊന്ന് നോക്കാം, കേട്ടോ. ബോട്ടത്തിൽ വരുന്ന വീല് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന് താഴെയായിട്ടൊരു ബ്രഷ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പൊടിയും ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇത് കണ്ടോ, ഈ അലങ്കി ഉപയോഗിച്ചിട്ടാണ് ഇതിൽ സെറ്റിങ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്, കണ്ടോ. ഇതനുസരിച്ച് ഈ അലങ്കി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വീൽ നമുക്ക് അലൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മുകളോട്ട് പൊക്കാനും താക്കാനും ഒക്കെ പറ്റും. അതുപോലെ ഈ ചെറിയ അലങ്കി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ക്യാച്ചർ നമ്മൾ സെറ്റ് ചെയ്യണത്, കേട്ടോ. ഫസ്റ്റാമതായിട്ട് തന്നെ സ്ക്രൂ എല്ലാം ലൂസാക്കി ഇടണം. അലങ്കി ഉപയോഗിച്ച് നമ്മളിതെല്ലാം സ്ക്രൂ എല്ലാം ലൂസാക്കി ഇടണം. എന്നിട്ട് മാത്രമാണ് നമ്മളിത് അതിൻ്റെ അകത്തോട്ട് പുഷ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സ്റ്റക്കായിട്ട് നിൽക്കും. അതുകൊണ്ട് നമ്മളിത് നല്ല രീതിയിൽ ലൂസാക്കി ഇട്ടതിന് ശേഷം ഇതിലോട്ട് അങ്ങോട്ട് പുഷ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ ടോപ്പിലെ ആണെന്ന് ഓർക്കുക, കേട്ടോ. ടോപ്പിലെ സ്ലൈഡറിൻ്റെ അകത്തോട്ടാണ് നമ്മളിത് കയറ്റുന്നത്, കണ്ട. അപ്പോൾ സ്ലൈഡർ നമ്മളിത് കണ്ട ഇത് കണക്ക് ലൂസാക്കി ഇട്ടതിന് ശേഷം ഇതിനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കയറിപ്പോകും. ഇതിലാണ് നമ്മുടെ ലോക്ക് സിസ്റ്റം വരുന്നത്. അപ്പോൾ നമ്മുടെ ഡോർ ഇങ്ങനെ ക്യാച്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണത് ഇതിലാണെന്നുള്ള ഓർത്തോണേ. അപ്പോൾ ഇത് കണ്ട ഇത് കണക്ക് തന്നെ നമ്മൾ അല്ലെങ്കിൽ ലൂസാക്കി ഇട്ടിട്ട് വേണം തന്നെ ഇത് കണക്ക് നമ്മളിത് രണ്ടാമത്തെ അങ്ങോട്ട് പുഷ് ചെയ്ത് അങ്ങോട്ട് വെക്കുക. അതിനുശേഷമാണ് നമ്മൾ ഫിറ്റപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് ഫിറ്റപ്പ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാവേ. ഇനി നമുക്ക് ടോപ്പിലെയും ബോട്ടത്തിലെയും ചാനലിൽ പൈലറ്റ് ഹോൾ അടിക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ പൈലറ്റ് ഹോൾ അടിച്ചതിന് ശേഷം നമുക്ക് നേരെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാവേ. ഇനി നമ്മൾ ബോട്ടം ചാനൽ ഫിറ്റപ്പ് ചെയ്യുവാണ്. ബോട്ടം ചാനലിൽ നമ്മൾ നേരത്തെ പൈലറ്റ് ഹോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ പൈലറ്റ് ഹോൾ അടിച്ചിട്ട് നമ്മൾ നേരെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഫുള്ള് മൾട്ടിവുഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സ്ക്രൂ നല്ല കറക്റ്റായിട്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിത് ക്യാപ്പ് ഇട്ട് നല്ല പോലെ അടയ്ക്കുക, കണ്ടോ. ക്യാപ്പ് ഇട്ട് നമ്മളിപ്പോൾ അടയ്ക്കുന്നത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. അതുപോലെ നമ്മൾ നല്ല പ്രസ് ചെയ്ത് നമ്മൾ അടയ്ക്കുക. അതിനുശേഷം നമുക്കിനി ടോപ്പിലെ ചാനൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ടോപ്പിലെ ചാനലിൽ നമ്മൾ ഓൾറെഡി പൈലറ്റ് ഹോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി നേരെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചാൽ മതി. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ താഴെ നമ്മുടെ ചാനൽ എത്രയും മാറ്റി വെച്ചിരിക്കുന്നത് അതനുസരിച്ച് തന്നെ ആയിരിക്കണം നമ്മൾ ടോപ്പിലും വെക്കേണ്ടത്. അപ്പോൾ ആ ഗ്യാപ്പ് നമ്മൾ കറക്റ്റ് ഈക്വൽ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നേരെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചാൽ മതി. ഓൾറെഡി നമ്മുടെ ഡോർ ക്യാച്ചർ ഇൻസേർട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മുടെ ടോപ്പിലെ സ്ലൈഡർ ചാനൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഡോറിൽ എങ്ങനെയാണ് വീൽ സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഡോറിൻ്റെ ടോപ്പ് വരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ടോപ്പിലെ വീലാണ് ആദ്യം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മളൊരു 150 mm മാറ്റിയിട്ടാണ് വെക്കുന്നത് വീല്. വീല് വെക്കുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 150 mm നമ്മൾ എങ്ങനെ കിട്ടി എന്നുള്ളതാണ് നോക്കേണ്ടത്.
അപ്പോൾ അത് നമ്മളവിടെ ഓൾറെഡി ക്യാച്ചർ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കതിന് ഈ ക്യാച്ച് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് നമ്മൾ നോക്കണം. അതനുസരിച്ചിട്ടാണ് നമ്മൾ 150 എടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ വീല് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ലെവലായിട്ട് ഇതുപോലെ കറക്റ്റ് ലെവലായിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിത് നേരെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. എല്ലാ സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ സ്ലോട്ട് അടിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മളിനി അടുത്തതായിട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് വീലെല്ലാം. ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ വീലെല്ലാം നല്ല കറക്റ്റായിട്ട് വെച്ച് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ബോട്ടത്തിലെ വീല് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമ്മൾ ബോട്ടത്തിലെ വീല് സെറ്റ് ചെയ്യുകയാണ്. നേരത്തെ വെച്ചതുപോലെ തന്നെ അതേ മെഷർമെൻറ്റിൽ തന്നെയാണ് നമ്മൾ ബോട്ടത്തിലെ വീലും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ വെച്ച് സ്ക്രൂ ചെയ്തതിന് ശേഷം നമുക്ക് ഡോറ് കൊണ്ടുപോയി ഇട്ട് നോക്കാം. ഇനി നമ്മൾ ഫസ്റ്റ് ഡോറാണ് ഇടാൻ പോകുന്നത്. ഫസ്റ്റ് ഡോർ ഇടുമ്പോഴേക്കും സെക്കൻഡ് സ്ലോട്ടിലാണ് നമ്മൾ ഡോർ ഇടുന്നത്. അതിനുശേഷം ടോപ്പിൽ വീലിൻ്റെ ആയിട്ട് ആ പുഷ് ബട്ടണിൽ ഞെക്കിയതിന് ശേഷം വീല് നമ്മൾ താഴോട്ട് അമങ്ങും. അപ്പോഴേക്കും നമ്മൾ നേരെ പുഷ് ചെയ്ത് നേരെ സെക്കൻഡ് സ്ലോട്ടിലായിട്ട് കയറ്റിയിടുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് സ്ലൈഡ് ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ ക്യാച്ചർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാച്ചറിന് കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ. ആലങ്കി വെച്ച് നമുക്ക് കുറച്ചുകൂടെ ലൂസ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ പുഷ് ചെയ്ത് നമുക്ക് മൂവ് ചെയ്യിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്കത് നല്ല രീതിയിൽ വർക്ക് ചെയ്യിക്കാവുന്നതാണ്. ഇതുപോലെയാണ് നമ്മുടെ ക്യാച്ചർ വർക്ക് ചെയ്യുന്നത്. കണ്ടല്ലോ, ഇതുപോലെ ക്യാച്ച് ചെയ്ത് നേരെ ഡോറ് വലിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് രണ്ടാമത്തെ ഡോറാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ഡോറ് നമ്മൾ ഫസ്റ്റത്തെ സ്ലോട്ടിൽ ഇട്ടതിന് ശേഷം ടോപ്പിലെ വീലൊന്ന് ചെറുതായിട്ട് പുഷ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സ്ലോട്ടിലോട്ട് വീഴുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ സ്ലൈഡിംഗ് ഡോറിൻ്റെ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലും അലൈൻമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴത്തെ വീലിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ സ്ലൈഡിംഗ് ഡോറിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കോണേ. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടാണ് നമ്മുടെ സ്ലൈഡിംഗ് ഡോർ മൂവ് ചെയ്യുന്നത്. നമുക്ക് ഏത് ഡോറും എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യിക്കാം ഈസി ആയിട്ട് തന്നെ. അപ്പോൾ ഇത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും പുതിയ മോഡൽ ഫിറ്റിങ്സ് ആണ് നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫിറ്റിങ്സ് എല്ലാം നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഫാബ്കോ വളഞ്ഞവഴിയിൽ നിന്നാണ്. ഫാബ്കോയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഈ വർക്ക് ഫുള്ള് ചെയ്തിരിക്കുന്നത് ആർദ്ര മെറ്റീരിയൽസ് ആണ്. ആർദ്ര മെറ്റീരിയൽസിൻ്റെ ഇതുപോലെയുള്ള വർക്കുകൾ കാണുന്നതിനായി നമ്മുടെ സ്വന്തം ചാനലായ ടോണി ചേട്ടൻ വ്ളോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി കാണാം. നന്ദി.